ഹായ് സഹോസ്. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കയറിയത് ഏകദേശം രാവിലെ 10:30 കൂടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കയറിയിട്ട് ഞങ്ങൾ നേരെ ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ സമയമാണിത്. രാവിലെ വെളുപ്പിന് 2 മണി, 2:30, 3 മണി സമയത്താണ് വന്നിറങ്ങുന്നത്. ആ സമയത്ത് ബസ് സർവീസൊന്നും ലഭ്യമല്ലായിരുന്നു. അപ്പോൾ അത് കാരണം നമുക്ക് അവിടെ നിന്ന് ഇഷ്ടംപോലെ ടാക്സി അവൈലബിൾ ആയിട്ടുണ്ട്. 900 രൂപ ആണ്. പിന്നെ 4 പേരടങ്ങുന്ന സംഘത്തിന് പോകാൻ പറ്റിയ വാഹനത്തിൻ്റെ റെൻ്റൽ അവർ വൈകുന്നേരം സർവീസ് 40-45 മിനിറ്റ് നമുക്ക് ബാംഗ്ലൂരിൽ നിന്നും മൂകാംബിക, കൊല്ലൂരേക്കുള്ള ട്രാവലുണ്ട്. ഫോറസ്റ്റ്, രണ്ട് സൈഡും ഫോറസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടതിന് 40-45 മിനിറ്റോട് കൂടി യാത്രയുണ്ട്. അപ്പോൾ നമ്മളവിടെ വന്നിറങ്ങി അവിടുന്ന് ടാക്സി എടുത്തിട്ട് ബസ് സർവീസ് ഉണ്ട്. പക്ഷേ ഞങ്ങൾ വന്നിറങ്ങിയ സമയത്ത് ബസ് സർവീസ് അവൈലബിൾ അല്ലായിരുന്നു. ഏകദേശം രാവിലെ 6 മണിക്ക് തുടങ്ങുള്ളൂ. ഇതിപ്പോൾ നമ്മൾ മൂകാംബിക അതിൻ്റെ ആ എൻട്രൻസ് നമ്മൾ പല സിനിമയിലും കണ്ടിട്ടുള്ള ആ ഒരു സ്ഥലമാണ്, എൻട്രൻസ് ആണ്. ഇവിടെ നിന്ന് ഏകദേശം 2 കിലോമീറ്ററോളം പിന്നെയും പോകണം നമുക്ക്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ആ സമയത്ത് ഒരു രാത്രി സമയമായതുകൊണ്ട് അവിടെ അവൈലബിൾ ആയ ഒരു ലോഡ്ജ്, മയൂര എന്ന് പറഞ്ഞ ലോഡ്ജാണ്. അത്യാവശ്യം വന്നിറങ്ങിയ സമയം ഇച്ചിരി രാവിലെ നേരം വെളുത്ത സമയത്ത് ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് മയൂര ലോഡ്ജിൽ കയറി ഫ്രഷ് ആയതിന് ശേഷം, അത്യാവശ്യം നല്ല ലോഡ്ജായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നൊരു 100 മീറ്റർ നടക്കാനുണ്ട് അമ്പലത്തിലേക്ക്. അപ്പോൾ ഞങ്ങൾ അവിടെ നടന്ന് ഒരു അമ്പലത്തിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ തിരിഞ്ഞ് തിരക്ക് പൊതുവേ കുറവായിരുന്നു. ഇട ദിവസങ്ങളിൽ പോയത് കൊണ്ട് തന്നെ തിരക്ക് വളരെ കുറവായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ കയറി വളരെ ശാന്തമായിട്ട് നമ്മുടെ പരിസരത്തുള്ളൊരു അമ്പലത്തിൽ കയറുന്ന അതേ ലാഘവത്തോടുകൂടി നമുക്ക് കയറി പോകാൻ പറ്റി. കാരണം എന്ന് പറഞ്ഞാൽ തിരക്ക് വളരെ കുറവായിരുന്നു. പിന്നെ ഈ വരുന്നവരെല്ലാം പെട്ടെന്ന് തൊഴുതിറങ്ങുന്ന കാരണം റഷ് അവിടെ നമുക്ക് വളരെ ഹാപ്പി ആയൊരു ഇതിൽ തൊഴുതിറങ്ങി. പിന്നെ ഞങ്ങൾ തിരിച്ച് റൂമിൽ വന്നിട്ട് അവിടെ നിന്ന് അടുത്ത ബസ്സിന് കയറി വന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്നു. ഇതാണ് ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷൻ. ഏകദേശം ആ സമയം തൊഴുതിറങ്ങിയിട്ട് ഞങ്ങളിപ്പോൾ അവിടുന്ന് അന്ന് തന്നെ തൊഴുതിറങ്ങി അന്ന് തന്നെ 2:30 ട്രെയിന് വരത്തക്ക രീതിയിൽ ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി. റെയിൽവേ സ്റ്റേഷൻ ബാംഗ്ലൂരാണെങ്കിലും നമുക്കവിടെ ഒരു ചില പരിമിതികളൊക്കെ ഉണ്ട്. നമുക്ക് നല്ല മഴയുള്ള സമയമായ കാരണം ആൾക്കാർക്ക് കയറി നിൽക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ്. ഇപ്പോൾ നമ്മൾ സമയപ്പോൾ ട്രെയിൻ വന്നു. അപ്പോൾ അതിൽ കയറി ഞങ്ങൾ നല്ല പാലക്കാടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി. ഇത് വളരെ സന്തോഷകരമായൊരു യാത്രയായിരുന്നു.